ആ സാർക്ക് ജീവനോടെ ഉണ്ടോ? അനക്കറിയില്ലേ നീയാണെന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. ആര് നീയാണെന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. ആര് ഗർഭിണി? സെറീന സെറീന ഇവിടെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ഹോസ്പിറ്റലിൽ വാർഡ് നമ്പർ 2 രണ്ടാമത്തെ വാർഡിൽ കിടപ്പുണ്ട്. ഗർഭിണി ആയത് പോണാർന്ന് ഞാൻ ഇതുവരെ സാർക്കോ അതെനിക്കറിയാലോ. എടാ ഞാൻ ഇതുവരെ അങ്ങനെ ജിഗറു വാടാ. കുഴപ്പമൊന്നുമില്ലായിരുന്നില്ലേ? ഞാൻ SIJINVERUGHESE ടിപ്പ് 40 രൂപ ത്രൂ സൂപ്പർ ചാറ്റ്. ഉമ്മ വാ പ്ലേസ് ഓക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യൂ മദാര. വാർ പ്ലേസ് നോക്കാം. ഇതൊന്ന് തീർക്കട്ടെ സിജി ബ്രോ. താങ്ക് യു ഫോർ ദ സിജിൻ ബ്രോ. താങ്ക് യു ഫോർ ദ 40 രൂപ സൂപ്പർ ചാറ്റ്. അവിടെ സത്യമായിട്ടും SRK ഞാൻ ഇതുവരെ എടാ ഈ ഉമ്മ കൊടുത്താലൊക്കെ എങ്ങനെ SRK ഉമ്മ കൊടുത്താലൊക്കെ ഗർഭിണിയാവോ? എടാ എനിക്കൊന്നും അറിയണ്ട. എനിക്കറിയാവുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നമാണേ. എടാ ഞാൻ നോക്കട്ടെ. ഞാൻ എന്തെങ്കിലും ഞാൻ സിഗ്നേളാ ജിഗറു ഇല്ലടാ സത്യായിട്ടും ജിഗറു. പക്ഷെ നമുക്ക് മെയിൻ പാക്കറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നില്ലേ? ആ അതല്ലേ എവിടെ പോന്ന്? ഗോക്കു എവിടെയാണേ തെരിയില്ലടാ. എന്താണ് എവിടെ? എടാ സത്യായിട്ട് ഇത് എന്റെ അല്ലേ സാർക്ക്? കൺഗ്രാറ്റ്സ് മന്ദരം. £1.99 ഹാപ്പി ഫാദേഴ്സ് ഡേ. ഉമ്മ കോൺഗ്രാറ്റ്സ് മന്ദരം. ഹാപ്പി ഫാദേഴ്സ് ഡേ. അയ്യോ വരുന്ന റൈഡ് വരുന്നൊക്കെ സൈക്കിൾ എടുത്താൽ മതി. അഡ്മിറ്റ് ആയി അതിനകത്തുണ്ട്. എവിടെ സെറീന? എവിടെ? അച്ഛനായെന്നാടാ നിർത്തിക്കോളാം. സാർക്ക് എവിടെയാണാ? സാർക്ക് ഇത് എവിടെയാ? ആ വരാതി AFK പോയ പുണ്ടച്ചു മോനെ AFK പോണ്ട്. എവിടെ ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ട്. മറ്റേ ഇതിനകത്ത് മോളിലല്ല, അകത്തകത്ത് നേരെ കയറി വന്ന അകത്ത്. എവിടെ? ഞാൻ വെളിയില്. ദാണ്ടെ നിങ്ങളെവിടെ? ഇതെന്റെ ഒന്നല്ല പോടാ. നിങ്ങളെവിടെ? ഹലോ ഞാൻ പലഹാരമൊക്കെ ആയിട്ട് വന്നയാ. അല്ലല്ല അകത്തോട്ട് വാ. അകത്തോട്ട് വാ, കാണാലോ. വണ്ടി കൂട്ടുന്ന അറിയോ? എന്ത് എല്ല്? വണ്ടി കൂട്ട് എല്ല് ഉറപ്പാണോ? എവിടാ? ഇവിടെ ഉണ്ടായിരുന്നു, അവളെ കാണുന്നില്ല. പോടാ. സെറീന ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലില്. അതാ കാണാനില്ല. ഇതെന്റെ മോനെ. ഇതാ സെറീന. ഈ അപരാധിയാണ് സെറീന. അപ്പൊ സന്തോഷ വാർത്തയുണ്ട്, ഇറങ്ങിയിരിക്കോ?
മന്ദാരം നീ കഴിവില്ല മന്ദാരം ഉള്ളേ മന്ദാരം ഞാൻ ഇവിടെ വന്ന സമയത്ത് ചെറിയ ഇവിടെ ആരൊക്കെ കൊണ്ടുവന്നായിരുന്നു മനസ്സിലായോ അഡ്മിനാടാ അത്. എടുത്ത അഡ്മിനാണ്. അപ്പൊ എങ്ങനെടാ അടിമനായിട്ട് എന്ത് കാര്യം ബുദ്ധിമുട്ട് ആ കോച്ച് ചൊല്ലിക്കോ കോച്ച് ആ ഹോസ്പിറ്റലിൽ ഇരിക്കാ കോച്ച്. ഇവര് പറയുന്നത് സെറീന ഗർഭിണിയാന്നൊക്കെ. ഞാനാ കൊച്ചിന്റെ അച്ഛന്നൊക്കെ പറയുന്നത്. അത് ഒതുക്കി തീർത്താ മതി എന്തായാലും മനസ്സിലായോ? അതിന് ഒതുക്കി തീർക്കാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്താ വന്നിട്ട് ഒരു സംസാരമില്ല. ഞാൻ എനിക്ക് അറിയായിരുന്നു ഞാൻ ഈ ഒരു കേസ് സെറീന ശരിക്കും ഗർഭിണിയാണോ ഗ്രേസി? ഞാൻ ഗർഭിണിയാ നീ അല്ലടി. ആ കണ്ട ഗർഭിണിയല്ല അവരാതി. കേസ് വന്ന് മന്ദാരത്തോടെ കേസ് സെറീന ഡെയ്സി നിങ്ങള് അത് തന്നെ സത്യം പറ. ഞാൻ കണ്ട് സംസാരിച്ചോണ്ടിരുന്നേ സത്യസന്ധമായിട്ടുള്ള കാര്യം പറ. ഞാൻ വന്നപ്പം സെറീനയ്ക്ക് വയ്യാണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക. 2-3 പേര് കൂടെ ഉണ്ടായിരുന്നു മനസ്സിലായോ? ഉണ്ടായിരുന്നു അതല്ലേ പറഞ്ഞത്. അപ്പൊ പറഞ്ഞത് എന്നോട് പറഞ്ഞത് സെറീന ഇതേപോലെ ഗർഭിണിയാണ് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ അവസാനം മന്ദാരമായിട്ടായിരുന്നു. അപ്പൊ അല്ലാതെ വേറെ ആരുമായിട്ട് അവള് അങ്ങനെ ഇതായിട്ടില്ലെന്ന് പറഞ്ഞു. എന്തായിട്ടില്ലാന്ന് അവരാതി. അതല്ല എന്നുവെച്ചാ അഫയർ പോലെ പോയിട്ടില്ലെന്ന് മനസ്സിലായി. മന്ദാരം ഉണ്ടായിരുന്നോ ലാസ്റ്റ് അഫയർ അതാണ് ഉദ്ദേശിച്ചത് മനസ്സിലായി. അല്ലാതെ അവൾക്ക് വേറൊരു പുരുഷനുമായിട്ടൊരു ബന്ധമില്ലെന്ന് അവള് പറഞ്ഞത്. അപ്പം ഇതിന്റെ ഒരു പിന്നെ മന്ദാരം ആയിരിക്കും. പക്ഷെ പ്രഗ്നന്റ് ആണോ അറിയത്തില്ല. ആള് വന്ന് പ്രഗ്നന്റ് ആണ്. ആള് വരട്ടെ. ആള് വന്നിട്ടില്ല അറിയോക്കത്തോള്. ആളെവിടെ? ആളെ കാണാനില്ല. ആള് വരട്ടെ. ആള് മന്ദാരം വന്നപ്പോ അവിടെ ഇറങ്ങി ഓടി. തന്തേന്നാന്നല്ലേ കേട്ടത്? ഉച്ചിരി നിനക്കൊരു കൊച്ചനിയൻ വരിക. എടാ ചുമ്മയാടാ മുച്ചിരി. എനിക്ക് തോന്നുന്നുണ്ടോ? മന്ദാരം ഞാൻ വിചാരിച്ച മന്ദാരം സിഗ്മയാന്ന്. ഇനി മന്ദാരം എടാ ഇനി സിഗ്മയാടാ. ഞാൻ അങ്ങനെ ഇതുവരെ നിനക്ക് എന്നെ അറിഞ്ഞൂടെ? മന്ദാരം പിന്നെയും കമ്മിറ്റഡ്. മന്ദാരത്തിനെ പെടുത്താൻ കുറെ ആൾക്കാർ നോക്കും മനസ്സിലായി. കുറച്ച് നീലമുടിയുള്ള പിന്നെ പിങ്ക് മുടിയുള്ള അങ്ങനത്തെ ആൾക്കാരെ കുറച്ച് നോക്കും മനസ്സിലായി മന്ദാരത്തിനെ പെടുത്താന്. പക്ഷെ മന്ദാരത്തിന് റീഡാക്കാനൊക്കെ അറിയാം മനസ്സിലായി. മന്ദാരത്തിന് ഊമ്പിക്കാതിരിക്കാൻ ഞാനേ ഉണ്ടാവും മന്ദാരം മനസ്സിലായി. മന്ദാരത്തിന് ഈ ലാസ്റ്റ് വരെ ഞാനേ ഉണ്ടായിട്ടുള്ളൂ മന്ദാരം മനസ്സിലായാ. ലാസ്റ്റ് വരെ ഞാനേ ഉണ്ടായിട്ടുള്ളൂ. ഇവനെ കഴുത്ത് നിരിച്ച കൊല്ലു. ഓന് കണ്ട മന്ദാരത്തിനെ പെടുത്തണോ ഓന് മനസ്സിലായാ. ഓനെല്ലാം മന്ദാരത്തിനെ പെടുത്താൻ നോക്കുന്നതാണ്. മന്ദാര ബി അല്ല മന്ദാരോ കുയിലോട്ട് ബി അല്ല അറിയാണ്ട് പോലും ബി എന്നൊക്കെ കോച്ച് അല്ല കോച്ചല്ല മന്ദാരം. ഓക്കെ കേക്കുന്നുണ്ടോ? കേക്കുന്നില്ല. ഞാനേ എന്നെ ഒന്ന് മുതുക്കിലേക്ക് തരാം. ആ നീല സുഹേട നീലിനെത്തിയോ? സുഹേട നീലിനെത്തിയോന്ന്? ശിവേട്ടാ നിന്നെ ചെറിയ മുമ്പ് ബാങ്കിൽ വെച്ചെന്താ കണ്ട? കണ്ട്. ഓർമ്മയില്ലെന്നാണോ പറഞ്ഞത്? അതിനുശേഷം എന്താണ് തലയിറങ്ങി വീണെന്ന് എന്തോ പറഞ്ഞു? അത് ഞാനെന്ത് ചെയ്ത്? സബ്ജക്ട് ഫീസിങ് മന്ദാരം ഇത് മന്ദാരം എന്നാലും അത് ഇങ്ങനെ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വരണം. എന്താണോ എന്തോ ഇവ എന്നെ അങ്ങും. ഷാദ് ബ്രോ വെൽക്കം. മന്ദാരം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വിചാരിച്ചു. മന്ദാരത്തിനെ പെടുത്താൻ കുറെ ആൾക്കാർ മനസ്സിലായി. ഇതെല്ലാം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ ബ്രേക്കപ്പ് ആയിന്നല്ലേ? സെറ്റൊന്നും ആയിട്ടില്ല. ബ്രേക്കപ്പ് ആക്കിയാൻ പണ്ട് ഇന്ന് എന്ന് സിഗ്മ മനസ്സിലായ സിഗ്മ അത് ഞാൻ കണ്ട്. തന്നോ ഹോസ്പിറ്റലിലൊക്കെ
ആശി ആശി എന്ത് കൂത്താട്ടോ അതിനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല. അറിയാത്തോണ്ടാ നീ ഇങ്ങനെ ബളബളാക്കുന്ന, മനസ്സിലായാ? നിന്നെ പോലെ 6 കൊല്ലം 5 കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നിട്ട്, മനസ്സിലായ? 6 കൊല്ലം 5 കൊല്ലം, മനസ്സിലായോ? അത് കണ്ട് സാരി തൂങ്ങിട്ടൊന്നും കേട്ടോ ഞാന്. ഞാൻ നിന്നെ പോലെ ഇന്ന് നിന്നെ പോലെ മനസ്സിലായ? അതങ്ങനെ നീയറിന് ഒന്നും അറിയില്ല, മനസ്സിലായ? ഒന്നും അറിയില്ല, എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, മനസ്സിലായ? ഒരു കപ്പിൾസ് ഉള്ളവരമ്മ എന്തോ സത്യം. ഇവര് കപ്പിൾസ് ഉള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ, നമ്മളെ പോലത്തെ പെണ്ണേറ്റെ ഇതിന്റെ പറയാ. അത് ഇതിപ്പോ സെറീന വരണം, മനസ്സിലായോ? സെറീന വന്നാലേ നമുക്ക് മനസ്സിലാവും എന്താണ് പ്രശ്നം, മനസ്സിലായോ? ഇതിപ്പോ നമ്മളെ ട്രാപ്പാക്കാൻ നോക്കുക, ഹണി ട്രാപ്പാണ്. മന്ദാരോ എന്നൊന്ന് നോക്കിയേ, 6 കൊല്ലായിട്ടുള്ള എന്നൊന്ന് നോക്കിയേ. നീ ഒന്ന് പോടാക്കൊണ്ടേ. അന്നെ കാണാൻ എങ്ങനെയുണ്ട് മന്ദാരം? ഒന്ന് പറയ്. മന്ദാരത്തിന് ആന ഉണ്ടായിട്ടുള്ള അച്ഛന്റെ മോൻ പിണങ്ങല്ലേ, അച്ഛൻ പാപ്പം മേടിച്ചാരാട്ടോ. ഇപ്പൊ വരുത്. ഇത് ഞാനല്ലേ ഇവിടെ അകത്ത്. പ്രസവ വാർഡിലാണോ? ഇതെന്തിരി റീൽസ് മിഷനിൽ കയറിയിട്ട് റീൽസ് കാണുന്ന, മിഷനിൽ കയറിയത് റീൽസ് കാണുന്ന. ആദാഷ് ജയൻ ടിപ്പ് 40 രൂപ ത്രൂ സൂപ്പർ ചാറ്റ്. കോൺഗ്രാറ്റ്സ് മന്ദിരം. ആദർശ് ബ്രോ താങ്ക് യു ഫോർ ദി 40 രൂപീസ് സൂപ്പർ ചാറ്റ്. ഫെബിൻ സാം ബ്രോ ടിപ്പ് 179 രൂപ ത്രൂ സൂപ്പർ ചാറ്റ്. താങ്ക് യു ഫോർ ദി 179 ഫെബിൻ ബ്രോ. സെറീന എന്ത് പറ്റി? സെറീനക്ക് വന്നേ എന്താ കോച്ച്? അതില്ല, ഞാൻ കൊച്ചിനോട് സംസാരിക്കട്ടെ. ഇത് ഫേക്ക് അലിഗേഷൻ അതില്ല. ആ സെറീന എന്തൊക്കെ ഗർഭിണിയാണോ? തല ഇറങ്ങി വീടേ ഉള്ളൂ. അപ്പത്തേക്ക് നീല നീങ്ങൊന്ന്. നീല ഞാനൊരു ഉമ്മ പോലും ഇതുവരെ മര്യാദക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ഇവിടെ പണി എടുത്തോണ്ടിരുന്നേ. അപ്പൊ അവിടെ 2-3 പേര് ഞാൻ പാട്ട് മനസ്സിലായ? അപ്പം അവിടെ നിന്ന് ഇവിടെ വന്ന മന്ദാരം കേക്കണം. ഞാൻ വന്ന പാടാ കേൾക്കുന്ന ഇതാണ്, മന്ദാരത്തിന്റെ ആയിരിക്കും, അല്ലാതെ ഇത് വരും എന്നാണ് കേൾക്കുന്നത്. ഞാൻ അപ്പൊ ഇങ്ങനെ ആലോചിച്ചു ഞാൻ എന്തായിരിക്കും നമ്മള് തമ്മില് ഒന്നും ഉണ്ടായില്ല. നീല ഞാൻ പറഞ്ഞേക്ക് നേരെ ഇവള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യ, ചെറിയൊരു ഛർദിലും തലാറൊക്കെ പോലെ വന്ന് ഞാൻ പറഞ്ഞത് ഗർഭം എന്തേലും ഒന്നും അറിയത്തില്ല സാർക്ക് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു നീ വേറെ ആരെങ്കിലും ആയിട്ട് അഫയറോ അങ്ങനെയല്ല, അവസാനമായിട്ട് മന്ദാരമായിട്ടാണെന്നാണ് പറഞ്ഞത്. അവസാനമായിട്ട് എടാ ഇത് നീല എടാ ഇല്ലടാ നീല എടാ ഇല്ല അളിയാ. അയ്യോ എടാ നീല എന്റെ അച്ഛൻ കണാരനാണ് സത്യം. ഇതുവരെ ഞാനൊരു ഉമ്മ കൊടുത്തേ ഉള്ളു, വേറെ ഒന്ന്. ഇനി അറിയാതെ നമ്മൾ ഈ മൂത്രം ഒഴിക്കാനായിട്ട് സിബ് തുറന്നപ്പോ ഇനി അഥവാ എടാ അയ്യേ അവരാതി എന്തൊക്കെയാണ് പറയുന്നത്? അതുകൊണ്ട് അങ്ങനെയൊക്കെ മന്ദാരം കോച്ചില്ല കോച്ച് ഇത് തന്നെയല്ലേ കുറച്ചു നേരം മുന്നാടി താണ്ടാടേ കോച്ച് ഇത് എന്റെ ഒന്നും അല്ല കോച്ച്. മാട്ടിട്ട് ഇരിക്ക. അയ്യോ ഇത് എന്റെ ഒന്നും അല്ല കോച്ച്. സെറീന അതിന് നമ്മള് തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെന്ത് എന്ത് സെറീന പോയാ? എടാ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടോ? ടോർച്ച് മാറിയേക്കാം. സിറ്റി പി അല്ലേ. ആദർശ് ബ്രോ താങ്ക് യു ഫോർ 40.
ആദർശ് ജയൻ ടിപ്ഡ് 40 രൂപ ത്രൂ ഹലോ പി എൽ ഉണ്ടോ? ഉമ്മ ഉമ്മ. എത്ര വർഷത്തെ ഒരു റിലേഷൻ ആയിരുന്നു മന്ദാരമായിട്ട്? ആ സ്നൈപ്പിന്റെ ഇത് മന്ദാരത്തിന്റെ അല്ല. സെറീനിങ് വന്നേ, സെറീനിങ് വന്നേ. ഇല്ലല്ലോ. സെറീനിങ് വന്നേ, സെറീനെ. അജീഷ് മോഹൻ ബ്രോ താങ്ക് ഫോർ 40 rupees ജീപേ. ആദർ ജയൻ ബ്രോ താങ്ക് ഫോർ 100 rupees സൂപ്പർ ചാറ്റ്. ടിപ്ഡ് 100 രൂപ ത്രൂ സൂപ്പർ ചാറ്റ്. ഉമ്മ ഉമ്മ. സെറീനിങ് വന്നേ. അതിന് നമ്മള് തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അതല്ലേ പറഞ്ഞത്, എനിക്കൊന്നും ഓർമ്മയില്ല. നിന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ലെന്നാ. സെറീന നമ്മള് എന്റെ ഉച്ചയാക്കളായിട്ട് ഇങ്ങനെയൊന്നും ചെയ്തോടാ. സെറീന എന്തേ പറയുന്നേ? തലകറി ഷുഗർ വല്ലതും കുറഞ്ഞു വീണതായിരിക്കും. അത് പ്രഷർ കുറഞ്ഞായിരിക്കും ഇത് കേട്ടോണ്ട് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴേ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സെറീന, നിന്നെ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരെ നിനക്ക് ഓർമ്മയുണ്ടോ ആരൊക്കെയാണെന്ന്? കണ്ട ഓർമ്മയില്ല. ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടോളൂ. ഞാൻ അവന്മാരെ തപ്പിയെടുത്ത് അവന്മാരോട് ചോദിച്ചോളാം സംഭവം. താങ്ക് യു സോ മച്ച്. പക്ഷെ എന്നാലും എനിക്ക് മന്ദാര സെറീന, എന്റെ ഒന്നാമത് എന്റെ ഉച്ചയ ക്ലാനിലുള്ളവർക്ക് ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. പ്ലേറ്റ് അങ്ങ് മാറ്റുന്നു. എടാ നീലൊന്ന് അടങ്ങ്. എന്നാ പിന്നെ ഉറപ്പിച്ചു പറയണ കഴിവില്ല. പിന്നെ സെറീനിങ് വന്നേ. ഇവര് പലതും എടാ വെയിറ്റ് ചെയ്യടാ, ഞാൻ കൊച്ചിനോട് സംസാരിച്ചോട്ടെ. അവർക്ക് കുറെ സംസാരിക്കാൻ കാണത്തില്ലേ? സെറീനിങ് വന്നേ. സെറീന ഇപ്പൊ ഓക്കെ അല്ലേ? വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? എന്ത് പ്രശ്നം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു ഞാൻ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? കണ്ണിനകത്തൊന്നും കാണുന്നില്ല. കണ്ണിനകത്തൊന്നും പുറത്തോട്ട് ഇറങ്ങണോ? അല്ല അതല്ല, തലക്കകത്ത് എന്തൊക്കെയോ ഇങ്ങനെ ഗുളുഗുളു ഗുളുഗുളു. വയറ്റിനകത്തൊന്നും തോന്നില്ലല്ലോ? അതാ വയറ്റിനകത്ത് തലക്കകത്തൊക്കെ ഗുളുഗുളു ഗുളുഗുളു. ഓ അത് തൂറ്റല്ലേ, പേടിക്കണ്ട, മാറിക്കോളും കേട്ടോ. മെമ്പർഷിപ്പ് ഞാനങ്ങ് പേടിച്ചു പോയില്ലേ? ഞാനങ്ങ് പേടിച്ചു പോയില്ലേ? ഞാൻ എടാ ഇതൊന്നുമില്ല, ഇത് വയറിളക്കാണ്, വേറെ ഒന്നുമില്ല. അല്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ചെക്കപ്പ് അങ്ങ് നടത്താം. നീ കൊച്ചിന്റെ അച്ഛനാ, കൊറേ സമയല്ല നീ ആ കൊച്ചിന് പോലും പ്രശ്നമില്ല. എന്നാ നീ എന്നാ അവർക്ക് വേണ്ടി ഒന്ന് പ്രസംഗിക്കും കൂടെ ചെയ്യടാ. പിന്നെ കൊറേ സമയം കണ്ട, ഞാൻ പറഞ്ഞില്ലേ തൂറ്റല്ല, മാറി നിക്ക്. എന്തൊക്കെയോ ആണ്, മനസ്സിലായില്ലേ? ഓ നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിട്ട് എത്ര നാളായി? എനിക്കൊന്നും ഓർമ്മയില്ല നീല, അതല്ലേ ഞാൻ പറയുന്നേ. ഓർമ്മയില്ല. എടാ എന്റെ ഒരു ഓർമ്മയില് നമ്മള് റിലേഷനിൽ ആയിട്ട് ഒരു 6 മാസമായി. 6 മാസം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങള് ഇതാണോ? എല്ലാം ബ്രേക്കപ്പ് ആയിട്ട് 1 മാസമായി. ബ്രേക്കപ്പ് ആയ കേസായത്. ഓക്കെ ഓക്കെ മനസ്സിലായി. അത് അതില്ല, അതെനിക്ക് അറിഞ്ഞൂടാ. എന്നോട്ട് സംസാരിക്കും, ഞങ്ങള് കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. എടാ കറങ്ങാൻ പോയിട്ടുണ്ട് നീല, അല്ലാണ്ട് ഞാനൊന്നുമില്ല. ഞാനു അത് പറഞ്ഞില്ലല്ലോ. വാട്ടർഫോൾസിന്റെ വെള്ളച്ചാട്ടം കോഡ് ഭാഷ ഇത് അടിയിട്ടാണ് സത്യമായിട്ടും. കോഡ് ഭാഷ. എടാ നിങ്ങള് തമ്മിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അറിയാനാ?
വാട്ടർ ഫോൾസിനകത്ത് എന്ത് ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ ഓർത്ത് മതാരക്ക് ഓർമ്മ കാണുമായിരിക്കും. എനിക്കെല്ലാം ഓർമ്മയുണ്ട് നീ. രണ്ടുപേർക്ക് അപ്പൊ ഓർമ്മയില്ലാത്ത നിനക്കെല്ലാം ഓർമ്മ വെച്ചിട്ടാ നീ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചല്ലേ? ബോധത്തോടു കൂടിയാ നീ പരിപാടിക്ക് ഇറങ്ങിയല്ലേ? എടാ നീ എന്താണോ ഇത് പറയുന്നത് നമ്മളെ എസ്ആർക്ക്? കുടുംബത്തിൽ ഇങ്ങനെ എന്ത് പറയാനാ, നീ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരാ എടാ എസ്ആർക്ക് നീ എന്താണോ ഈ പറയുന്നത്? നീ ഒരു കഴിവില്ലാത്തവനായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എടാ അങ്ങനെയാണെന്ന് എനിക്കൊരു പെണ്ണ് പോലുമില്ല, അപ്പൊ നിനക്ക് അണ്ടിയില്ലേ? ഇപ്പം വന്നത് സംഭവിച്ചു. ഇനിയിപ്പോ എന്താ നിങ്ങളുടെ അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്തുവാ? അല്ലേ എസ്ആർക്ക് ഉത്തരം പറ. അതിനിവിടെ പ്രസക്തിയില്ലല്ലോ, ഇവിടെ സംസാരിക്കുന്നേ. തലയിലാക്കുവല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊന്നെങ്കിൽ ലീഗൽ നമ്മളിത് വിട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മാസം കഴിയുമ്പോഴത്തേനും വീർത്ത് വരും സാധനം. അത് കഴിയുമ്പോഴ ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഓ ഇത്രയും പറഞ്ഞപ്പോ നീ ഉമ്മ വരെ പുറത്തിറങ്ങി. ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഉമ്മ വരെ ആയി. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഉമ്മ കൊടുത്തിട്ടുണ്ട്. കണ്ടോ മതാരക്കൊന്നും ഓർമ്മയില്ലെന്നാ നേരത്തെ പറഞ്ഞത്. ഞാൻ ഷറിങ്കാൻ അവേക്ക് ചെയ്ത്. അയ്യോ ഞാൻ ഷറിങ്കാൻ അവേക്ക് ചെയ്ത്, മനസ്സിലായ? അതെന്റെ മറ്റേ പവറാ. പോകത്തില്ല നീല. അയ്യോ 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 അങ്ങനെയല്ല മറ്റേ ഞാൻ എന്നെ അവേക്ക് ചെയ്തെന്ന് പറഞ്ഞു. അല്ല അല്ല അയ്യോ അതല്ല ഞാൻ എന്നെ എന്ത് ചെയ്യാനെന്ന് പറ, ഇതുവരെ നമ്മള് പോലും അത് അണ്ടീന്ന് പറഞ്ഞ സാർ മാറിക്ക്. അതൊക്കെ പോട്ടെ. ഇപ്പൊ മന്ദാരിക്ക് സത്യമായിട്ട് നീല ഇപ്പൊ നടന്നു ഞാൻ കഴിച്ചുട്ടെ. ഇതിപ്പോ ഈ കൊച്ചു നാട് നീളെ പറഞ്ഞു കിടന്നത് എന്തോ ചെയ്യും? അതിന് ഈ കൊച്ചല്ല പറയുന്നത്, ഈ പുണ്ടച്ചി എസ്ആർക്ക് ആ കൊച്ചിന് ഞാനിട്ടെ ആ കൊച്ചിനും ഈ ഇളക്കമുണ്ട്, ശ്രദ്ധിച്ച അവള് അതിനെ അക്സെപ്റ്റ് ചെയ്തോണ്ടിരിക്കും. ആ ഉണ്ട്, നിനക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞുള്ള സംസാരമാ, മനസ്സിലായോ? മോബി എവിടെയാടാ നീ? നിന്നെ കൊറേ പേര് അന്വേഷിക്കുന്നല്ലോടാ. ഓ ഇതിനൊക്കെ അവനെ അബസ്റ്റല്ലേ മോബി? നിന്റെ ഒരു ഐജിയലിംഗ് ബുദ്ധിയില് എന്തേലൊക്കെ ഇതിനൊരു ഇത്. എടാ മൈദേ നിനക്ക് നിന്നെ മോബിക്കാണല്ലേ? എടാ മൈദേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ മൈദേ? ഇത് കയ്യട്ടെ. എടാ ഇപ്പൊ എന്ത് ആ പെണ്ണ് 2 പെൺപിള്ളേരാ, മനസ്സിലായി? കേസ് കൊടുത്താ വേറെയാ. കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ചെയ്താന്ന് പറഞ്ഞ. എടാ ഞാനൊന്ന് എടാ ഇവിടെ ഈ മൈദപ്പൂർവ്വം പറയാണേ, ഞാൻ മറ്റേ സെറീനയുടെ ഗർഭിണിയാക്കി എന്നൊക്കെ. മൈദപ്പൂറൻ അറിഞ്ഞൂടെ? ടി വി മൈദപ്പൂറിന് അറിഞ്ഞൂടാ? എസ്ആർക്ക് ഹലോ ഇഫ് യു ആർ കറക്റ്റ് മീൻസ് കൺഫേമാ എത് എന്തായാലും സെറ്റ് ആക്കി. മൈദേ പിന്നെ അത് പൊയ്യാ ഇരുന്നാ എണ്ണ പണല. അത് കുട്ടി ഈ പറയുന്ന വല്ല കള്ളാണെങ്കിൽ പിന്നെ ഞാൻ സെറീനെ അങ്ങ് വെറുക്കും. ഇപ്പൊ സെറീനെ ഈ ഒരു ഫ്രണ്ടായിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഡേസി നീ എന്തായാലും ഇവളെ കൊണ്ടുപോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്, ഇവളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനൊരു കൺസൾട്ടന്റ് ഒരു ഡോക്ടറിനെ എന്തായാലും കാണാം. എന്നിട്ട് ആ ഡോക്ടറെ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്യാം, രണ്ടുപേരെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് മുമ്പോട്ട് പോവാം. ഹോസ്പിറ്റൽ നമുക്ക് അങ്ങനെ വെറുതെ ഇവിടെ ഒക്കത്തില്ലല്ലോ. എന്തായാലും അല്ല ഇപ്പൊ ഓഫാന്ന് തോന്നുന്നു. ഞാൻ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറെ ഞാൻ കൊണ്ടുവരാം. എനിക്കറിയുന്ന ഒരു ഡോക്ടറും വേണ്ട, നിനക്കറിയുന്ന ഒരു ഡോക്ടറും വേണ്ട. അത് വേണ്ട ഉണ്ടാക്കണ്ട കുട്ടി. ഇവിടെ ഒറിജിനൽ ഡോക്ടറെ കാണിച്ചു. ഇല്ലല്ല ഇതിപ്പോ എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം. വേണ്ട നീ മറ്റേ വല്ല മൈദ കൊണ്ട് പൊറോട്ട അടിക്കുന്നൊക്കെ കൊണ്ടുവരും. അത് വേണ്ട. ഇല്ല ഞാൻ എന്തായാലും ഇതിനകത്ത് ഇറങ്ങാനൊക്കെ തീരുമാനിച്ചു. വേണ്ട നീ ഇറങ്ങണ്ട. ഇത് ഇവള് എന്റെ കൊച്ചല്ലേ, നീ അതിന്റെ കാര്യം ഉണ്ടാക്കണ്ട. എന്നാ നീ വന്ന് പ്രസവിക്കും. അവന്റെ മനസ്സിലിരിപ്പുണ്ടോ? ഞാനൊന്ന് ചെറിയൊരു സാധനം ഇട്ടപ്പോ തന്നെ അവന്റെ പായിരുന്ന. പിന്നെ നീയൊക്കെ അങ്ങനെ പറയുന്നത്? എന്റെ ഇവളുടെയും കൊച്ചല്ലേ, ഞാൻ നോക്കിക്കോളാം കേട്ടാ. അത്രേ ശങ്കൂരത്തോടെ പറയാൻ. അങ്ങനെയല്ലടാ, നമ്മക്കെല്ലാം അലിഗേഷൻ മനസ്സിലായോ? അങ്ങനെ അത് അങ്ങനെ ആണെങ്കിൽ ഓക്കെ, ഏറ്റെടുത്തോളാം. എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കും. കാരണം ഇതാ ഈ തീട്ടപ്പറമ്പ് തീട്ടമായിരുന്നതിനെ ഏറ്റെടുത്ത് ഇനി അപ്പൊ സോറി കുട്ടി. അയ്യത്താ? ഏതാ അയ്യത്ത്? നിന്റെ വച്ചാളി നോക്കടി. എന്റെ ഒന്നും അല്ല ഇത്, എന്റെ കൊച്ചൊന്നല്ല. അയ്യേ അതല്ലേ പറഞ്ഞത് സെറീന, നമ്മള് തമ്മിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. സെറീന എന്താ ഉദ്ദേശിക്കുന്നേ? ഇവിടെ ഇത് ഓർമ്മയില്ലേന്നൊക്കെ എന്താ മന്ദാരം ഇത്? ആ കൊച്ചങ്ങനെ നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുന്നത് മന്ദാരം ഗർഭിണിയാക്കി.
ഫുൾ ഫ്ലാഷ് ആയി ജുഗ്രു ജുഗ്രു ഇവിടെ ഇങ്ങ് വാ. ജുഗ്രു അപ്പുക്കുട്ടാ, ഇവിടെ മന്ദാരക്കൊന്നും ഹോസ്പിറ്റലിലേക്ക് വാ. ഓർമ്മയില്ലാന്ന് പറഞ്ഞു. എന്തോ കുട്ടിയുടെ പേര് സെറീന. ആ സിറീനെ ഒന്ന് ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിച്ച് നമ്മുടെ മന്ദാരം അങ്ങനെയുള്ള ഒരുത്തനല്ല, മനസ്സിലായില്ലേ? അവനെ അങ്ങനല്ല നമ്മുടെ കുടുംബത്തിൽ വളർത്തിയേക്കുന്നത്. ഇല്ല മദാര നല്ലൊരു ചെക്കനാണ്. എനിക്ക് മദാര ഭയങ്കര നല്ല ചെക്കനാണ്. ആ, കണ്ട. അതാ പറയാം. പക്ഷെ ഇങ്ങനെ നടക്കുവാണ് എന്താ പറ്റിയേനെ, മനസ്സിലായോ? സംഭവം ഇങ്ങനെ നടന്നിട്ടില്ല, സംഭവം മനസ്സിലായില്ലേ? സത്യം പറഞ്ഞ സെറീന നമ്മള് തമ്മിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. എനിക്ക് സെറീനനെ ഭയങ്കര അങ്ങനെ ഇഷ്ടമായിരുന്നു. ഉണ്ടെങ്കിൽ കുട്ടി പറയണം. സെറീനക്കും എന്നെ ഇഷ്ടമായിരുന്നു, മനസ്സിലായോ? അല്ലാണ്ട് നമ്മള് തമ്മിൽ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല സെറീന. മദാരക്ക് ഓർമ്മയില്ലൊന്നും. അതല്ലേ പറഞ്ഞത് ഷറിങ്കാൻ അവേക്ക് ചെയ്തത്. എനിക്കല്ല ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്, മനസ്സിലായോ? ഞാൻ ഒരു കാര്യം ചോട്ടെ മന്ദാരം, ഇപ്പൊ ആ കൊച്ചെങ്ങനെ ഓർമ്മയില്ലേന്ന് ചോദിക്കുവാണെങ്കിൽ അപ്പൊ അവിടെ എന്തോ ഉണ്ട് ഓർക്കാൻ, മനസ്സിലായോ? സെറീന മറ്റേ അണ്ടി ഫാക്ടറി പോയി അണ്ടി തല്ലി നമ്മള് പിരിഞ്ഞതൊക്കെ അതാ എനിക്ക് ഓർമ്മയുണ്ട്. ആ സെറീന ഡോക്ടറാണ്. എപ്പോഴാ പിടിച്ചെന്നാ പറയുന്നത്, മനസ്സിലായില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് സെറീന ഓർമ്മയുണ്ട് മദാരക്ക്. എന്റെ കാര്യം ഓർമ്മ. നിന്റെ കാര്യം ഓർമ്മയുണ്ട്, അതല്ലേ പറഞ്ഞത്. നീ മറ്റേ ഡോക്ടറാന്ന് പറഞ്ഞ അണ്ടി ഫാക്ടറി പോയി അണ്ടി തല്ലി എന്നെ പറ്റിച്ചോളല്ലേടി. ഇല്ലാത്ത കാര്യം പറയില്ലേ കേട്ടോ. ആ എനിക്ക് ഓർമ്മയുണ്ടീ. അങ്ങനെയല്ല നീ ഞാൻ ബ്രേക്കപ്പ് ആവുന്നേ. ഒന്നില്ലേ കശുവണ്ടി പോയി തല്ലിയതിന് ബ്രേക്കപ്പ് ആയോ? ആ ഞാനോ പോയോ? എന്നോട് പോയൊന്നുമില്ല. ഇത് വേറെ ഏതോ ഒരു കൊച്ചിനെ കണ്ടിട്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞു. ഓ അതായത് സെറീന ഇങ്ങ് വന്നേ. ചീറ്റിംഗ് മണത്തപ്പോഴാണോ നീ ബ്രേക്കപ്പ് ആക്കി? അതെ ട്രസ്റ്റ് പോയി. ആ ഓക്കെ. സെറീന ഇങ്ങ് വന്നേ. ആരൊക്കെ എവിടെ പെറ്റത്? ഇല്ല പറയാൻ പോകുന്നു. ആര് പറ്റിയ സത്യം പറ. അതെ മന്ദാരം, ഇത് നമ്മുടെ കൈ നിൽക്കത്തില്ല. ഇതിപ്പോ ആള് ഫുള്ള് നിറഞ്ഞ് ട്രെൻഡിങ്ങിലേ, ടോപ്പ് ട്രെൻഡിങ്ങില്. എടാ ഇത് വേറെ മുതുക്കില് പാട്ടാണ് നീ ഒരാളെ പെറാൻ. ഈ കൊച്ചി ഗപ്പീനെ പോലും നിന്നെ കൊണ്ട് പാറ്റിപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഈ കൊച്ചെന്തോ ഷവർമ തന്നിട്ട് എന്തോ ബോധം കെട്ട് വീണേനാണ് ഈ SRK ഗർഭിണിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മൊത്തം പ്രശ്നമാക്കിയത്. കുട്ടിക്ക് ഗ്യാസ് ആണോ അതോ പെറാനാണോ നിക്കുന്നത്? അല്ല കുട്ടിക്ക് ഗ്യാസ് ആണോ? അല്ലല്ല സെറീന ഇങ്ങ് വന്നേ മോളെ. കുട്ടിക്ക് ഗർഭിണിയാണോ? മന്ദാരം ഇവിടെ വാ. ഗർഭിണിയാണോ അതോ டாக்டர் எப்ப வருவாரா? എനിക്ക് അറിഞ്ഞോടാ കോച്ച് ഈ കൊച്ച് ഞാൻ ഇതുവരെ எனக்கு உன் மேல நம்பிக்கை உண்டு. இருந்தாலும் இது வந்து ட்ரெண்டிங்ல போய் இப்ப அத வந்து கிளாரிஃபை செய்ய டாக்டர் வேணும். അതെ ശരിയാ കൊച്ച്. ஓகே, அவ வந்ததுக்கு அப்புறமா டாக்டர் இல்ல அது பித்த என்ன பண்ணலாம்? മോനെ അച്ഛനെ രക്ഷിക്കളാ. മന്ദാരോ ഞാൻ പോന്നെ ഇറങ്ങുന്ന എവിടെ ഇറങ്ങറ? അച്ഛനെ രക്ഷിച്ചിട്ട് പോടാ. മന്ദാരന് ഒരു മോനുണ്ടാകുന്ന മന്ദാരത്തിന്റെ ഒരു ആഗ്രഹമല്ല. മന്ദാരം ഒരു മോനുണ്ടാക്ക് സ്വന്തമായിട്ടുള്ളത്. ഓക്കെ മന്ദാരത്തിന്റെ ആഗ്രഹമല്ലേ? മന്ദാര സക്സസ്ഫുള്ളി കൺഗ്രാറ്റുലേഷൻ. എടാ എന്റെ ഒന്നും അല്ലടാ ഇതൊന്നും. മുച്ചിരി ഒരു സെക്കൻഡ് ഇവിടെ വാ. சொல்றாங்களே இல்ல கோச் நோ சிக்மா உண்மையை மட்டும் പറ என்கிட்ட. സെറീനെ നമുക്കെന്തിന് എനിക്കെന്തിനാ ടെൻഷൻ? അല്ല ഞാൻ പറയാം, നമുക്ക് നിനക്കില്ലാത്ത ടെൻഷനാണ് നമുക്കെന്ന് പറഞ്ഞു. ഇത് നിന്റെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ചങ്കിടിച്ചു പോയി. ഇന്നലെ ഓളെ പേരെന്ത്? ഹെസ്റ്റർ. എന്നിട്ടാണ് ഇന്നലെ പ്രപ്പോസ് ചെയ്തത്. പറയണ്ടേ എന്റെ പൊന്ന് ദർശനെ, ഞാൻ അവക്ക് ആകെ നമുക്ക് ഉച്ചയൊക്കെ ഇങ്ങനെ ചെയ്തോളാം. നമുക്ക് ഇതിനൊരു സമയവും കാലം ഒക്കെ ഉണ്ട്, മനസ്സിലായോ? അതെ, അപ്പൊ ചെയ്താലേ ജനിക്കുന്ന കുട്ടിക്ക് ഷറിങ്കാൻ കിട്ടും, മനസ്സിലായോ? അങ്ങനെയൊക്കെ ഉണ്ട്. നീ ഷവർമ മേടിച്ചു കൊടുത്തോ? സത്യം പറ. ഞാനൊന്നും മേടിച്ചു കൊടുത്തില്ല. ഞാൻ ആ കൊച്ചായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് 1 മാസമായി. ഈ ഡേസിയുടെ കൂടായിരുന്നു. നീ നമ്മളെപ്പോഴും കുറ്റക്കാരാണല്ലോ. നിന്റെ കൂടായിരുന്നു ഞാൻ കണ്ട. എസ്ആർക്ക് എന്ത് ചെയ്തടാ? എന്താ നിനക്ക് എന്താണ്? അല്ലേലും നമ്മളാണല്ലോ എപ്പോഴും കുറ്റക്കാര്. കുഴപ്പമില്ലടാ. ഒന്ന് സത്യം മാത്രം തെളിയണമെന്ന് വിചാരിച്ചുള്ളൂ. ഞാൻ നോക്കി തരാ കുട്ടി. എടാ ഇനി ആ കൊച്ചിനൊരു പ്രശ്നമില്ലടാ. നിനക്ക്
ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ. പണ്ട് നിങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു. എന്ത്? എന്തേലും സംഭവിച്ചു കഴിഞ്ഞാ ഞാനായിട്ട് മുട്ടുകാരെ തല്ലി ഓടിക്കുന്നു. നിനക്കത് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ നിനക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വരാതിരിക്കാനല്ലേ ഞാൻ നോക്കത്തുള്ളൂ. കൊച്ചിനെ കൊല്ലാൻ നോക്കുന്നു. ആണല്ലേ? ഈ കൊച്ചിനെ കൊല്ലത്തൊന്നുമില്ല, കുട്ടി കൊച്ചിനൊന്നും കൊല്ലൂതൊക്കെ കൊച്ചിനെ കൊല്ലാനേ അതിന് നീ ഗർഭിണിയാ, നീ അങ്ങ് ഉറപ്പിച്ചോടി. നമ്മള് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടത്തുള്ളൂ, മനസ്സിലായ? കണ്ടോ കറണ്ട് ആദ്യം പറഞ്ഞ നീ എങ്ങോട്ട് പോന്നടാ എസ്ആർക്ക്? ഇല്ലടാ കുഴപ്പമില്ല, നിങ്ങൾ എസ്ആർക്ക് ഇത് എന്റെ കൊച്ചൊന്നും അല്ല. എടാ നിന്റെ കൊച്ചല്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ ഞാൻ വന്നപ്പോ ഞാൻ കേട്ട കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. എന്ത്? അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത്. ഇത് എന്റെ കൊച്ചൊന്നും അല്ല. തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ കേട്ടത് ശരിയല്ലെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്.